നമസ്കാരം. അമേരിക്കയും ഇറാനും ഒരു വര വരച്ചു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എന്ന രീതിയിലാണ് നിൽപ്പ്. അതിൽ ഒരു വ്യത്യാസമുള്ളത്, ഇറാൻ ഈ വരയുടെ ഇപ്പുറത്ത് കയ്യും കെട്ടിങ്ങനെ നിൽക്കുകയാണ്. നിരീക്ഷിക്കുകയാണ്, വീക്ഷിക്കുകയാണ്. നമ്മളെ ഞാൻ താമസിക്കുന്നിടത്ത് കുരങ്ങന്മാരുണ്ട്. ഈ കുരങ്ങൻ്റെ കുട്ടികൾ അവിടെ ചാടി ഇവിടെ ചാടിയും കളിക്കുമ്പോൾ കുരങ്ങന്മാർ മരത്തിൻ്റെ മുകളിൽ നിന്നിങ്ങനെ വീക്ഷിക്കുമ്പോൾ അവരിരുന്നിട്ടിങ്ങനെ എന്തെങ്കിലും ശത്രു വരണം കഴിഞ്ഞാൽ അവരൊരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം വളരെ രസമാണ് കേട്ടോ. ലോകത്തിലെല്ലായിടത്തും കുരങ്ങന്മാർ ഓടിക്കോ, വേഗത്തിൽ ഓടിക്കോ എന്ന് പറയുന്നതിന് അവർ കൊടുക്കുന്ന സിഗ്നൽ എന്താ അറിയോ? ക്വിക്ക് എന്നാണ്. ഇംഗ്ലീഷിലെ ക്വിക്ക് എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ് അർത്ഥം. അതിനെ അവരിവിടെ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ലാംഗ്വേജ് അവർക്ക് അറിയുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷിൽ വേറെ ഏതെങ്കിലും വാക്ക് അറിയുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാൻ അവിടെ നോക്കി നിൽക്കുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ നിസ്സംഗരായിട്ട് അമേരിക്ക നടത്തുന്ന കളികൾ, തേങ്ങ പിടിച്ചിട്ട് ഇപ്പോൾ ഉടയ്ക്കും ദാ ഉടയ്ക്കാൻ പോകുന്നു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. ആ സമയത്ത് ഇറാൻ്റെ ഭാഗതയെ അവിടെ നടത്തുന്നു ഇന്നസെൻ്റാ. അതെങ്ങനെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്, നീ ഉടക്കി എന്ന രീതിയിൽ. ഇത്രയായിട്ട് പോലും അമേരിക്കയുടെ തീരങ്ങളിൽ ഉള്ള അമേരിക്കയുടെ പ്രതിരോധ കാര്യങ്ങൾ, അതിൻ്റെ ഷിപ്പുകൾ, വിമാനവാഹിനികൾ, ടോർപിഡോകൾ, ആയുധങ്ങൾ, വിമാനങ്ങൾ, ബോർ വിമാനങ്ങൾ എല്ലാം ഇപ്പോൾ അതിൻ്റെ ഒരു 50-60% ഇപ്പോൾ പശ്ചിമേഷ്യൻ തീരത്താണെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും പുതുതായിട്ട് ഒരു എക്സിബിഷൻ പോലെയാണ് അവർ നടത്തുന്നത്. ദുബായിലൊക്കെ ഷിപ്പ് എക്സിബിഷൻ ഉണ്ടായിരിക്കും, ബോട്ട് ഷോ, ഇങ്ങനെ പല ഷോകൾ ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ ലോകത്തിലുള്ള ആൾക്കാർ മുഴുവൻ വന്ന് അവരുടെ ഇതിങ്ങനെ പ്രദർശിപ്പിക്കും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ, ഈ ഫുഡ് ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു സഞ്ചി കൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് തരും, ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ ഒരു ഐറ്റമാണ്, ജ്യൂസാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതുപോലെ ഒരു എക്സിബിഷനിസം ഒരു എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന തോക്കുണ്ട്, ഇന്ന ബോംബുണ്ട്, ഇന്ന ഫ്ലൈറ്റ് മറ്റേത് വിമാനവാഹിനികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ സന്ധി നടക്കുന്നുണ്ട്. അതതിൻ്റെ വഴിക്ക് ഇതിങ്ങനെ ഒരുക്കിയിട്ട് പോലും ഈ പറയുന്ന ഇറാൻ അവരാ നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. എങ്ങനെ നടക്കട്ടെ എന്തായാലും നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം? എന്താണ്? ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയെ പോലുള്ള രാഷ്ട്രം അവരിത്രയും വലിയ സൈനിക വിന്യാസം നടത്തിയിട്ട് പോലും ഒരു കുലുക്കവുമില്ലാതെയാണ് ഇവിടെ നമ്മൾ പത്രക്കാരും TV ചാനലുകളൊക്കെ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ആരെങ്കിലും മൂത്രമൊഴിക്കാനിട്ട് ഉടനെ തന്നെ ചെന്ന് നോക്കും, വല്ല വാർത്തകളുണ്ടോ, യുദ്ധം തുടങ്ങിയോന്ന്. ഉടനെ തന്നെ രാത്രി വന്ന് അവരുടെ ന്യൂസ് എടുത്തിട്ട് ഞങ്ങളാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഇരിപ്പ് മാത്രമല്ലേ ഉള്ളൂ. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഈ ഇരിപ്പാണ്. ഈ കാണിക്കുന്ന കാട്ടായമല്ലാതെ ഓടുന്ന അവിടെ കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇതിൻ്റെ പുറകിൽ? ഇത്രയായിട്ട് പോലും ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിൽ, നമുക്കിങ്ങനെയൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു അനുരഞ്ജനം, അതിൻ്റെ പാതയിൽ ഇതുവരെയും ഇറാൻ എത്തിച്ചേർന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇറാനിലെ മിലിറ്ററിക്കാർ, അവരെ നമ്മൾ വിളിക്കുക വാസ്തവത്തിൽ ചോക്ലേറ്റ് ബോയ്സ് എന്നാണ് പറയാം. അവരായിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്കില്ലാത്ത ഒരേ ഒരു വസ്തു ധൈര്യം മാത്രമാണ്, ആത്മവിശ്വാസം മാത്രമാണ്. ഉള്ളത്
അത്യാധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ മാത്രം അവരുടെ കയ്യിലുള്ളത്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അമേരിക്കൻ പട്ടാളക്കാരൻ വിദേശത്തേക്ക് യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിടത്തോളം വീട്ടിൽ നിന്ന് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങും. അതിൻ്റെ ഭാര്യ മക്കളും പിന്നാലെ ഇറങ്ങും. പിന്നെ ഗേറ്റിൻ്റെ അവിടെ വന്ന് വീണ്ടും യാത്ര വല്ലതും കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും കരച്ചിലുമാണ്. അത് കഴിഞ്ഞാൽ കാറിൽ കയറിയിട്ട് ഇവർ എയർപോർട്ടിൽ പോകും. അവിടെ പോകുമ്പോഴും കെട്ടിപ്പിടിക്കലും കരയിലും യാത്ര പറച്ചിലും ഒക്കെയാണ്. ഇത് കഴിഞ്ഞ് സൈനിക ക്യാമ്പിലെത്തും. അതിൻ്റെ പടിവാതിൽക്കൽ വെച്ച് വീണ്ടും കരച്ചിലും കെട്ടിപ്പിടിച്ചലും ടാറ്റ പറയലും ഉമ്മ വയ്ക്കലുമാണ്. കാരണം തിരിച്ചു വരുമെന്ന് ഉറപ്പ്. അതായത് അവിടുത്തെ അവരങ്ങനെ ജീവിച്ച് പരിചയമുള്ളൂ. ആണ് ചോക്ലേറ്റ് ഗേൾസ് ആൻഡ് ചോക്ലേറ്റ് ബോയ്സ് എന്ന് പറയുന്നത്. അവരെ പുറകിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് പെട്ടെന്നൊരു പടകം പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഠേ എന്നൊരു ശബ്ദം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുറകിൽ വന്ന് പിൻകഴുത്തിൽ പെട്ടെന്ന് ഹായ് എന്ന് തട്ടിക്കഴിഞ്ഞാൽ പോലീസിൽ കേസ് കൊടുക്കാം. കാരണം ആ സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ ഈ കിളികൾക്ക് സ്വഭാവമുണ്ട്. വലിയ ശബ്ദം കേട്ട് അവർ ഹാർട്ട് അറ്റാക്ക് വരും. കൊച്ചു കിളികൾക്ക് നമ്മൾ ഓടിക്കയറി അവർക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ കയ്യിലും ചത്തുപോകും, ഹാർട്ട് അറ്റാക്ക് വരും. ഇതാണ് അമേരിക്കയുടെ സ്ഥിതി. അങ്ങനെയുള്ള അമേരിക്കക്കാർ അവരങ്ങനെയാണ്. അതുകൊണ്ട് അവർ യുദ്ധം ഇഷ്ടപ്പെടുന്നില്ല. ആയതുകൊണ്ട് തന്നെ അവർ യുദ്ധം ചെയ്യുന്ന ആരോടാണ്? ഒരിക്കൽ പോലും തങ്ങളുടെ ഒപ്പം തോളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ആളുകളോടാണ് അവരുടെ യുദ്ധം മുഴുവൻ. നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, പണം കാണിച്ചുകൊണ്ട് ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് തൊട്ട് മുൻപായിട്ട് സദ്ദാം ഹുസൈൻ അവർ ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് എന്തു ചെയ്യണമോ അതല്ല ചെയ്ത് യുദ്ധത്തിൻ്റെ മധ്യദശയിൽ എന്തുണ്ടാകണം അതുപോലെ ഒരു വിറപ്പിക്കലാണ് നടത്തിയത്. ട്രംബ്ലിംഗ് എന്ന് പറയും. ഒരു വിറപ്പിക്കലാണ് അവിടെ നടത്തിയത് ഇറാഖിൽ. അതോടുകൂടി ഇറാഖിലെ സൈനിക മേധാവികളായിട്ടുള്ള ആളുകൾ, ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ ബന്ധുക്കളടക്കമുള്ള ആൾക്കാർ 50-ൽ മേലെ ഫ്ലൈറ്റുകളിൽ ഉയർന്നു പൊന്തുകയാണ് അമേരിക്കയിലേക്ക്. ഇന്ന് അവരവിടെ അമേരിക്കയിലുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 1000-ഓളം അവിടുത്തെ സൈനിക മേധാവികൾ അവിടെ ഉണ്ടായിരുന്നത്. അവരോട് പറഞ്ഞത്, ഈ യുദ്ധത്തിൽ നിങ്ങൾ തോൽക്കും, നിങ്ങളെല്ലാവരും പിടിക്കപ്പെടും, നിങ്ങളെല്ലാവരും വെടിയേറ്റ് കൊല്ലപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ജീവപര്യന്തം ജയിലിലായിരിക്കും. ബെറ്റർ യു കം എത്തസ്. നിങ്ങൾ ഈ രാജ്യമേ അബാൻഡൻ ചെയ്ത് ഞങ്ങളുടെ ഒപ്പം വരും, നിങ്ങൾക്ക് അവിടെ സുഖസൗകര്യങ്ങൾ ഒരുക്കാം. അങ്ങനെയുള്ളൊരു യുദ്ധതന്ത്രത്തിലൂടെയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇറാഖ് കീഴടങ്ങിയത്. ഇതുപോലെ വിയറ്റ്നാമിന് പോയപ്പോൾ സ്ഥിതി ഞാൻ പറഞ്ഞതാണ്. എനിമി ഈസ് ഇൻവിസിബിൾ. ശത്രുക്കളെ കാണാനില്ല. വഴി കൂടെ നടക്കുന്ന സമയത്ത് ഭൂമിയുടെ അടിയിൽ താഴ്ന്നു പോവുക. അങ്ങനെയുള്ള ഗഹുരങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അവരെ കാലുമ്പൊക്കെ ആണി തറച്ച് കയറുക. പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ നിൽക്കും. അങ്ങനെ ഒരു 10-100 സ്ഥലത്ത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും 19 പട്ടാളക്കാർ വന്നാൽ അത്രയും പട്ടാളക്കാരുടെ സേവനം കുറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പട്ടാളക്കാരെ വിയറ്റ്നാംകാരും മറ്റു പല വിധത്തിൽ അവർ കശാപ്പി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയ ഭീഷണി ഉണ്ടായിട്ടും പശ്ചിമേഷ്യയിലെ വളരെ വലിയ സൈന്യ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആണവ പദ്ധതി പാടില്ല. ഞാൻ പലപ്പോഴും എനിക്കറിയാം, എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ഞാൻ പലപ്പോഴും കരുതുന്നൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആണവ പദ്ധതി വിധിച്ചിട്ടുള്ളൂ. വേറെ ആരത് ചെയ്താലും അവർ സമ്മതിക്കില്ല. അത് തെറ്റാണെന്ന് വിലയിരുത്തും. നമ്മുടെ പണ്ട് പറയാറുണ്ട്, കാരണവന്മാർക്ക് അടുപ്പിലും തൂറാമെന്ന്. കൊറിയക്കാർ ചെയ്തു, ചൈനക്കാർ ചെയ്തു, ഇന്ത്യക്കാരെ പൊക്രാനിൽ ചെയ്തു. അതിനൊക്കെയും അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവർക്കത് ചെയ്യാം. ആരെ അനുവാദം കൊടുത്തത്? ദൈവമാണോ അനുവാദം കൊടുത്തത്? ഇവിടെ ആണവായുധ പദ്ധതികളിൽ നിന്ന് പരിപൂർണമായിട്ട് നില്ലാക്കണം. അങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല ഇറാൻ. അതാണ് ഇവരുടെ അനുരഞ്ജന സമ്മേളനത്തിലുള്ള പ്രധാന കോർ പ്രോഗ്രാം. അവരുടെ പറച്ചിൽ അതാണ്. ഇറാൻ അതിന് തയ്യാറല്ല. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന രീതിയിലുള്ളൊരു നിൽപ്പാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ അമേരിക്കയുടെ
ഒരു പ്രതിനിധിയുണ്ട്, പ്രത്യേക യുദ്ധസംബന്ധിയായിട്ടുള്ള പ്രതിനിധി. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീവ് വിറ്റ് കോഫ് എന്നാണ്. അയാൾ പറഞ്ഞിരിക്കുകയാണ്, പ്രസിഡന്റ് അത്ഭുതപ്പെടുന്നു, ഞാനും അത്ഭുതപ്പെടുന്നു. എന്താണ് ഇങ്ങനെ? അമേരിക്ക വന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. കൊച്ചുകുട്ടികളുടെ മുമ്പിൽ കാണിക്കില്ല. കൊച്ചുകുട്ടികൾ അപ്പോൾ കുട്ടികൾ അയ്യോ എന്ന് പേടിച്ചു കൂടും. അത് മതി. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ മീശ പിരിച്ച് കാണിച്ചാൽ മതി. ഇതൊക്കെയാണ് ചെയ്യുക ആൾക്കാർ, കവല ചട്ടമ്പികളുടെ പരിപാടി. പക്ഷേ ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ പേരിൽ അവർ കുലുങ്ങുന്നില്ല. ഏതായാലും അമേരിക്ക നിരാശപ്പെടാൻ തയ്യാറില്ല. അവരിനിയും പല കാര്യങ്ങളും അവിടെ പ്രോഗ്രാമുകൾ അവിടെ ചെയ്യും. അവരെന്തുകൊണ്ടാണ് കീഴടങ്ങാത്തത്? അതിനെക്കുറിച്ച് പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അമേരിക്ക യുദ്ധശാസ്ത്രജ്ഞന്മാർ കൊണ്ടുപിടിച്ച് അവിടെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയാം, അമേരിക്കയുടെ ഏതാക്രമണത്തെയും വലിയ രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലോ പ്രതിരോധിക്കാൻ ഉള്ള ചില പരിപാടികൾ ഞങ്ങൾക്കുണ്ട് എന്നിപ്പോൾ അവർ ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവർക്കുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ലോകം ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള ലോകത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഭയത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഒരു ചോക്ലേറ്റ് ബോയ്സാണ് അവർക്ക്. ഒരു യുദ്ധത്തിന് അവർക്ക് ഇഷ്ടമല്ല, പടയാളികൾക്ക് ഇഷ്ടമല്ല. എപ്പോഴും ആം ചെയർ കാരണവന്മാരാണ് യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തുന്നത്. ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധക്കളത്തിൽ വന്നിട്ട് ചരിത്രമുണ്ടോ? ഒക്കെ 70-80 വയസ്സായിട്ടുള്ള ആം ചെയർ പൊളിറ്റീഷ്യൻസാണ് യുദ്ധം പ്രഖ്യാപിക്കുക. ആരാണ് യുദ്ധത്തിന് പോവുക? ആരാ യുദ്ധത്തിൽ അടങ്ങുക? ആരാ യുദ്ധത്തിൽ ഒടുങ്ങുക? ആർക്കാ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരിക? ചെറുപ്പക്കാർക്ക്. അത് നല്ല ഓജസ്സോടുകൂടിയുള്ള ചെറുപ്പക്കാർക്ക്. ആയതുകൊണ്ട് തന്നെ അധുനാതന യുദ്ധത്തിൽ വ്യക്തികളായിട്ട് യുദ്ധത്തിന് പോകുന്ന കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണ്. ആയുധങ്ങളാണ് ഇപ്പോൾ. വിമാനം പോലും ഇതുണ്ട്, മറ്റേ എന്താ ഇതിൻ്റെ പേര് മറന്നു, ഇങ്ങനെ ഫാൻ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി പോകുന്ന ഇതുണ്ടല്ലോ, ഫുഡൊക്കെ നമുക്ക് കൊണ്ടുതരാത്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിലൊക്കെയാണ് യുദ്ധം, അതിലൊക്കെയാണ് ബോംബ് കൊടുത്തു വിടുന്നത്. മനുഷ്യന്മാർ യുദ്ധത്തിലില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആളുകൾക്ക് താല്പര്യമില്ല. എത്ര ശമ്പളം കിട്ടിയാലും ജീവൻ കൊടുത്തിട്ടുള്ള ശമ്പളത്തിനൊന്നുമില്ല, അതിന് പ്രാധാന്യമില്ലല്ലോ. ഏതായാലും വിറ്റ്കോഫ് പറയുന്നത്, ഏതായാലും ഞങ്ങൾക്ക് നിരാശയില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇതുവരെ അവർ കീഴടങ്ങിയിട്ടില്ല, പക്ഷേ കീഴടക്കും. അതുവരെ ഞങ്ങളുടെ പലവിധ മാർഗങ്ങളും ഞങ്ങൾ അവിടെ പ്രയോഗിക്കല്ല, കാണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസിഡന്റ് മരുമകൾ തന്നെ നടത്തുന്ന ഒരു ഷോ ഉണ്ട്, ഒരു ന്യൂസ്, അതിനാണ് ഇദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇത്ര വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അവിടെയുള്ള നാവിക സൈനിക ശക്തിയുടെ സാന്നിധ്യം ഇത്രയും ഭയാനകമായിട്ടുണ്ടായിട്ടും അവരെന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് അടിയും തല്ലും വേണ്ട, നമുക്ക് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, അതിനു വേണ്ടിയിട്ട് പാരലായിട്ട് ഒമാനിൽ സന്ധി സംഭാഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയായിട്ട് പോലും അവരെന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ ആയുധം വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങൾ ആണവായുധത്തിൻ്റെ പേരിൽ ഒരു പുനർവിചിന്തനത്തിന് ഒരുങ്ങുകയാണ്, എന്തുകൊണ്ടാണ് അവരിതിലേക്ക് വരാത്തത്? ഏതായാലും ആ ഒരു അവസ്ഥയിലേക്ക് വരുത്താൻ ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും ഞങ്ങളത് വരുത്തും എന്നൊക്കെയുള്ള ഭീഷണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, അവിടെയുള്ള വളരെ വിപുലമായിട്ടുള്ള സൈനിക വിന്യാസം, ഇറാനെതിരെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്യോമാക്രമണം, അതിൻ്റെ തയ്യാറെടുപ്പുകൾക്കും ട്രംപ് പരസ്യമായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇറാനും അമേരിക്കയും ഒരു ഭൂഗോളത്തിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും കിടക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് കടലിൽ നിന്നൊരു കുറേ ഷിപ്പുകളുമായിട്ട് യുദ്ധം ചെയ്യുകയെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല അത്. ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ ബേസ് ഉണ്ടാക്കി, അവർക്ക് നിൽക്കാനൊരിടം. അത് ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്, അഥവാ UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്,
കുവൈറ്റിലുണ്ട്, ഇപ്പുറത്ത് മറ്റേ സൗദിയിലുണ്ട്, അവിടെയൊക്കെയുണ്ട് അവർക്ക് നിൽക്കാനുള്ള ഇടം അവിടെയൊക്കെയുണ്ട്. പക്ഷെ അവരെല്ലാവരും ഭയചകിതരാണ്. കാരണം ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ മേലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് ഒരു പിടിയാണെങ്കിൽ 1000 പിടി മണ്ണ് വാരിയിട്ട് ഞങ്ങൾ UAE അഥവാ ഇവരുടെ ബേസ് എവിടെയുണ്ടോ അവിടേക്ക് കൊണ്ടിടും. ഇറാഖൊക്കെ നല്ല രീതി, ഇറാഖല്ല ഖത്തറൊക്കെ നല്ല രീതിയിൽ, ഇറാഖിൽ ബേസ് ഇല്ല കേട്ടോ, ഞാൻ ഇറാഖിൽ നിന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഖത്തറൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന ഒരു രാജ്യമാണത്. ഏറ്റവും നല്ല വിധത്തിൽ അവർ ലോകകപ്പ് നടത്തി, ഏറ്റവും നല്ല ഫ്ലൈറ്റ് സർവീസ് അവരുടേതാണ്, ഖത്തർ എയർവേസാണ്. എല്ലാം അവർ നമ്പർ 1. അതൊക്കെ തകർന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ഈച്ച തല്ലുന്ന പോലെ ഒറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഖത്തറിൻ്റെ പണി തരും. ആയതുകൊണ്ട് തന്നെ ഖത്തറാകട്ടെ, UAE ആകട്ടെ, ഈവൻ സൗദി ആകട്ടെ, എല്ലാവരും ഭയചകിതരാണ്. അമേരിക്കയുടെ നേരെയുള്ള ആക്രമണത്തിന് ഇറാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം അമേരിക്കയുടെ ബേസുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ബേസുകൾ നിൽക്കുന്നത് ഇപ്പോൾ സുഖസമ്പൂർണതയിൽ കഴിയുന്ന അറേബ്യൻ കൺട്രീസിലാണ്. ഇന്നലെ എന്നോളം വരെ ഇപ്പോൾ അബുദാബി ഉണ്ട്. 80 വർഷം മുമ്പ് അവിടെ അബുദാബി ഉണ്ടായിരുന്നില്ല. 80 വർഷം മുമ്പ് ഇവിടെ മലയാളികൾ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ മലയാളി അവിടെ എത്തുമെന്ന് അവിടെ അബുദാബി ഇല്ല. അവിടെ അന്നത്തെ കാലത്ത് അരി തിന്നുന്ന ആൾക്കാർ അവിടെ ഇല്ല. അവിടെ അവർ കളിയാക്കി പറയില്ല. മിഡിൽ ഈസ്റ്റ്, അതായത് ഈസ്റ്റിലേക്ക് വരുന്നതിൻ്റെ മധ്യഭാഗം, അതാണ് ഫ്ലൈറ്റ് സർവീസിന് വേണ്ടി അവർ ഉണ്ടാക്കിയത്. പിന്നെയാണ് എണ്ണയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അതിന് മുമ്പൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. പക്ഷെ അതേ സമയത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായിരുന്നു. 80 കൊല്ലത്തെ വളർവാണ് അവിടെയുള്ളത്. ബുർജ് ഖലീഫ ഇന്നലെ ഉണ്ടായത്, മിനിഞ്ഞാന്നുണ്ടായതല്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ് വാലി കൾച്ചർ, നൈൽ വാലി കൾച്ചർ, യൂഫ്രട്ടീസ് ടൈഗ്രീസ്, ബാബിലോണിയൻ കൾച്ചർ, ഇതെല്ലാം ബന്ധപ്പെട്ട് ഇടുന്ന ഇറാൻ ഇന്നലെ ആരംഭിച്ചതല്ല ഇറാൻ. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ രാഷ്ട്രത്തോടുള്ള നമ്മൾ പറയില്ലേ മറ്റേ പുക്കൽക്കൊടി ബന്ധം, അത് വലിയ രൂപത്തിലുള്ള ബന്ധമാണുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ തമിഴ്നാടാണ്. ഇന്ത്യയുടെ ഒരു കൾച്ചറുണ്ട്, സനാതന ധർമ്മ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയും, ആര്യൻ കൾച്ചർ എന്നൊക്കെയും പറയും. പക്ഷേ അതിന് വേർപെട്ട് നിൽക്കുന്ന ഒന്നാണ് തമിഴ് കൾച്ചർ. അവരെന്തും സഹിക്കും. പക്ഷേ തമിഴിനെ അപഹസിച്ചാൽ എന്ത് തമിഴ് എന്ന് പറഞ്ഞാൽ അവർ സഹിക്കില്ല. അതൊരു ദ്രവീഡിയൻ കൾച്ചർ, അത് വേറൊരു കൾച്ചറാണ്. അതിലവർ അഭിരമിക്കുന്നുണ്ട്. അതിനെ ഒരു വിരൽ ചൂണ്ടി അവർക്ക് സഹിക്കാൻ കഴിയില്ല. താങ്കുമാട്ടെ, 3 നാൾ തൂങ്കുമാട്ടെ. ഞങ്ങൾ ഒന്ന് കൊടുത്താൽ തരീന്ന് പറഞ്ഞ പോലെ ഒന്ന് വെച്ച് തന്നാൽ താങ്കുമാട്ടെ, താങ്ങാൻ പറ്റില്ല. 4 നാൾ തൂങ്കുമാട്ടെ. 4 നാൾ പിന്നെ മറ്റേ ഉറക്കം വരില്ല, ഇടിയുടെ വേദന. അവരങ്ങനെ ചെയ്യുന്നവരാണ്. അവരുടെ അസംബ്ലിയിൽ ജനഗണമനയ്ക്ക് മുമ്പ് അവർ ചെല്ലുന്നത് തമിഴ് വാഴ്ത്തുപാട്ടാണ്. വളരെ രസമാണ് അത് കേൾക്കാൻ. വളരെ മറ്റേ അഗ്രസീവായിട്ടുള്ള വാക്കുകളും അഗ്രസീവായിട്ടുള്ള രീതിയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. എഴുതിയിട്ടുള്ളൊരു മലയാളിയാണ് കേട്ടോ, പണ്ടത്തെ തമിഴിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെയാണ് ഇറാൻ്റെ സ്ഥിതി. ഇറാൻ്റെ സൈനികർ മുമ്പ് പറഞ്ഞ പോലെ ചോക്ലേറ്റ് ബോയ്സ് അല്ല. അവരവരെ മനസ്സുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ്റെ ഒരു 20 ഇരട്ടി ശക്തി ഉണ്ടായിരിക്കും ഒരു ഇറാൻ പട്ടാളക്കാരന്. ഇത് നമ്മൾ വിയറ്റ്നാമിൽ കണ്ടതാണത്. ആ അപകടം നമ്മൾ വിയറ്റ്നാമിൽ കണ്ടതാണ്, അമേരിക്കക്കാർ കണ്ടതാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുന്നൊരവസ്ഥയല്ല ഇറാനുമായിട്ട് ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്നത്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടാതെ മാനം കെടാതെ മാന്യമായിട്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാവിനെ കുറ്റപ്പെടുത്തുമ്പോൾ എന്താ പറയുന്നത് അറിയാമോ? സുഭാഷ് ചന്ദ്രബോസ് അവരുടെ അതിൻ്റെ അഗ്രസീവായിട്ടുള്ള മുറകൾ, അതിലൂടെ ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് ബ്രിട്ടൻകാരെ ഓടിക്കേണ്ടതായിരുന്നു. അവർക്ക് ഇവിടുന്ന് അന്തസ്സോടുകൂടി ആഭിയാത്യത്തോടുകൂടി പിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ പാടില്ല. അതാണ് ഗാന്ധിയാണ് ഒരുക്കിയതെന്നാണ് പറയുന്നത്. അത് പൊളിറ്റിക്സ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്.
അങ്ങനെ ഗാന്ധി കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതേപോലെ ഒരു ഗാന്ധി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ ട്രംപും കൂട്ടരും മാന്യമായിട്ടൊന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെ. യുദ്ധത്ത് വരുന്ന സമയത്ത് മഹാഭാരതത്തിനാണ് യുദ്ധ കാഹളങ്ങൾ മുഴക്കും, വീമ്പ് പറച്ചിലുകൾ ഉണ്ടാകും. ചാരന്മാർ മുഖാന്തരം ഞങ്ങൾക്ക് നാഗാസ്ത്രമുണ്ട്, ഗാരുഡാസ്ത്രമുണ്ട്, വാരുണാസ്ത്രമുണ്ട്, ആഗ്നേയാസ്ത്രമുണ്ട്, ഞങ്ങൾക്ക് ഇന്ന തരം ബ്രഹ്മാസ്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വേലുകളുണ്ട്. ഇതൊക്കെ അവരെ ബോധിപ്പിക്കത്രേ ചാരന്മാർ മുഖാന്തരം. അത് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ യുദ്ധത്തിന് മുമ്പുള്ളൊരു യുദ്ധമാണ്. ഇവിടെ അമേരിക്കയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, വിറപ്പിക്കുക എന്നൊരു സ്വഭാവം. അവരിതുപോലെ നീട്ടിവെച്ച് തേങ്ങ പറയും, ഞങ്ങൾ തേങ്ങ ഉടയ്ക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നവരല്ല. അത്തരം രാജ്യത്തോടെ അവർ യുദ്ധം ചെയ്യാറുള്ളൂ. ഇറാഖിലുണ്ടായത് ഞാൻ പറഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ, അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവിടെ ആകെ തീക്കുണ്ടമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കാര്യം ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ അവരെ വിറപ്പിച്ച് നിർത്തുക, അത് ഇറാനിൽ നടപ്പാവുന്നൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഇറാൻ്റെ അവരുടെ ഇലക്ട്രിസിറ്റി മറ്റുള്ള കാര്യങ്ങളുടെ ആവശ്യത്തിനായിട്ട് അവർ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നതാണ് അറിഞ്ഞിട്ടുള്ളത്. അതാകട്ടെ പകുതിയിലപ്പുറം എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വ്യാവസായിക ഗ്രേഡ് സാമഗ്രികൾ കൈവശം വെക്കുന്നതിൽ നിന്ന് അവർ വളരെ കൈവശം വെക്കുന്നതിൽ നിന്ന് അകന്നു പോകാൻ അവർ താല്പര്യമില്ല. അവർക്ക് അകലെയല്ല, അവർ അടുത്താണ്. അവർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒന്ന് തീ കൊളുത്തിക്കഴിഞ്ഞാൽ ആ തീയെ കെടുത്താൻ അമേരിക്കയ്ക്കും കഴിയില്ല, ഇറാനും കഴിയില്ല. മാത്രമല്ല, ഒരു പക്ഷേ ഈ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും ചിലപ്പോൾ കഴിഞ്ഞു വരില്ല. ഈ കാര്യം അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക തൊടാതെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ നിസ്സംഗരായിട്ട് നിങ്ങളെന്താ ചെയ്ത് കാണിക്കുക എന്ന രീതിയിൽ അവർ നിസ്സംഗതയോടുകൂടി ഒരു കാര്യങ്ങൾ വീക്ഷിച്ച് നിൽക്കുന്നത്. ഇന്നത്തെ രീതിയിലാണെങ്കിൽ മാന്യം മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം മൂന്നാമതൊരു രാഷ്ട്രം ഇടപെട്ടുണ്ടാക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ വഴിക്ക് പോകും. ട്രംപ് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി, ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സെക്യൂരിറ്റിയുള്ള അമേരിക്ക, നമുക്കറിയാം. WTCയുടെ കാര്യം നമുക്കറിയാം, 2 കൊമ്പുകൾ തകർത്ത കാര്യം അറിയാം. ഇതിപ്പോൾ ഇന്നലെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണ്, ട്രംപിൻ്റെ വസതിയിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും സുഖകരമല്ലാത്ത സൂചനകളാണ്. ട്രംപിനടക്കമുള്ള ആളുകൾക്ക് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. നമസ്കാരം.